ഞാനിന്നിവിടെ കൂണ് കൊണ്ടൊരു കറി ഉണ്ടാക്കാൻ പോകും, മഷ്റൂം. അപ്പോൾ അതിന് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. തേങ്ങ, വെളുത്തുള്ളി, ചുമന്നുള്ളി, കരിവേപ്പില. അത് നമുക്കൊന്ന് വറുത്തെടുക്കണം. ചട്ടി അടുപ്പത്തേക്ക് വെച്ച് അതിനകത്തേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതൊന്ന് വറുത്തെടുക്കുവാണേ. അത് വറുത്തെടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് അതിനകത്തേക്ക് ആവശ്യത്തിനായ പൊടികൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഇത്രയും പൊടികളാണ് ആവശ്യം. അപ്പോൾ അത് ഒരേ സ്പൂണാണ് ഞാൻ ചേർക്കുന്ന. മല്ലിപ്പൊടി ഒരു 1.5 സ്പൂൺ ചേർക്കുന്നുണ്ട്. മുളക് പൊടി 1 സ്പൂൺ ചേർക്കുന്നുണ്ട്. അര സ്പൂണ് കുരുമുളക് പൊടിയും ചേർക്കുന്നുണ്ട്. ചെറിയ സ്പൂണിന് ഒരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടിയും ചേർക്കുന്നുണ്ട്. ഇനി അതൊന്ന് നന്നായിട്ട് വറന്ന് വരണം, ശരിക്കും മൊരിഞ്ഞ് വരണം. കരിഞ്ഞു പോകാനും പാടില്ല. ഈ പൊടികൾ ഇടുന്നത് കൊണ്ടും എണ്ണ കിടക്കുന്നത് കൊണ്ടും നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ കരിഞ്ഞു പോകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ കരിഞ്ഞു പോകാതെ നമ്മളതൊന്ന് വറുത്തെടുക്കണം. അത് വറുത്തെടുത്തിട്ട് അത് അരച്ച് വയ്ക്കണം. എന്നിട്ട് സവാള ഉള്ളി ഒരെണ്ണം മതി, അത്രയും ഉള്ളൂ. കൂണത്രയേ ഉള്ളൂ. ആ കൂണിനകത്തേക്ക് ഒരു സവാള ഉള്ളി അത് വലിയ കഷ്ണങ്ങളായിട്ട് നുറുക്കിയെടുക്കുക. എന്ന് വെച്ചാൽ രണ്ടായിട്ട് നടുവേ പൊളന്നിട്ട് ഒരു 3-4 കഷ്ണമായിട്ട് നുറുക്കിയെടുക്കുക. കൂണ് ചെറുതായിട്ട് നുറുക്കിയെടുക്കാം നമുക്ക്. ചെറുതെന്ന് വെച്ചാൽ തീരെ അങ്ങ് കുഞ്ഞാക്കണ്ട. എന്നിട്ട് ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുകും പൊട്ടിച്ച് കടുകിൻ്റെ കൂട്ടത്തിൽ തന്നെ ഉണക്കമുളകും കരിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് അത് പൊട്ടി വന്ന് കഴിയുമ്പോൾ നമുക്ക് ഈ സവാള ഉള്ളി ഇട്ട് കൊടുക്കാം. സവാള ഉള്ളി ഇട്ട് ഇച്ചിരി ഉപ്പും കൂടി ചേർക്കാം. കുറച്ച് ഉപ്പ് ചേർത്താൽ മതി. ഉപ്പും കൂടി ചേർത്ത് അതൊന്ന് വഴന്ന് വരട്ടെ. അതൊന്ന് വഴന്ന് വന്ന് കഴിയുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് പച്ചമുളകും ഇട്ട് തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ. അതൊന്ന് വഴന്ന് വന്നോട്ടെ. അപ്പോൾ ഉപ്പിട്ട് കൊടുക്കുമ്പോൾ വേഗം വഴന്ന് കിട്ടും. അതെല്ലാവർക്കും അറിയാവുന്ന ടിപ്പല്ലേ. അപ്പോൾ എൻ്റെ ചാനൽ എല്ലാവരും കാണണം, എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എൻ്റെ ലെങ്തി വീഡിയോയ്ക്ക് ഒന്നിനും വ്യൂവേഴ്സ് വളരെ കുറവാണ്. നിങ്ങൾ കാണുന്നവർ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. അഭിപ്രായങ്ങൾ എഴുതാനും ഇതുണ്ടാക്കി നോക്കാനും നിങ്ങൾ ശ്രമിക്കണം. അപ്പോൾ തക്കാളിയും കൂടി ഇട്ട് കൊടുത്തൊന്ന് വഴന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ അതിനകത്തേക്ക് കൂണ് ചെറുതായിട്ട് നുറുക്കി വെച്ചിരുന്നത് ഇട്ട് കൊടുക്കും. ഇനി അത് ഒന്ന് വെന്ത് കിട്ടണം. ഈ കൂണിൽ നിന്ന് തന്നെ വെള്ളം ഊറി വരും കേട്ടോ. ആ വെള്ളത്തിനകത്ത് കിടന്നത് നന്നായിട്ട് വെന്ത്, കൂണിന് ഇച്ചിരി വേവുണ്ടേ. അത് നമുക്ക് നാടൻ കൂണ് കിട്ടുന്ന പോലെ അല്ലല്ലോ ഈ പുറത്തുനിന്ന് വാങ്ങുന്ന കൂണ്. അപ്പോൾ അതൊന്ന് വെന്ത് കിട്ടട്ടെ. വെന്ത് കിട്ടുന്നവരെ നമുക്കതൊന്ന് അടച്ചു വയ്ക്കാം. ഇപ്പോൾ കൂണ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ആ വറുത്ത് വെച്ചിരുന്നത് എല്ലാ അരപ്പും കൂടി അരച്ച് ചേർത്തു. കറി റെഡി ആയിട്ടുണ്ട്.